ആ പന്തൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും നടായിരിച്ചാടെ ഒരു ദിവസം ഞാൻ മുന്തിൻ്റെ തൈ ഒരു 10 രൂപയുടെ തൈ ഉണ്ടെന്ന് വാങ്ങി മുറ്റത്ത് നട്ടു. അത് അതിലേക്ക് കയറി. അപ്പോൾ വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല പയറുവള്ളിയൊക്കെ പടർന്ന മാതിരി അതിൻ്റെ മേലെ മുന്തിരി വള്ളിയുണ്ട്, താഴെ കായുണ്ടാവും. ഈ കഴിഞ്ഞ വർഷം ഞാൻ 8 കിലോ മുന്തിരി ഞാൻ അതിന് പറിച്ചു. അപ്പോൾ ഈ മഞ്ഞൾ ഇഞ്ചിൻ്റെ ഗ്രോ ബാഗ് നിറച്ചപ്പോൾ എനിക്ക് കരിയില ചമ്മൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ നെല്ലിൻ്റെ പതിരുണ്ടായിരുന്നു, ആ പതിര് അതിൻ്റെ അടിയിലിട്ട് കൊടുത്തിന് ഞാൻ. ഇതിൽ ചിലതിട് മുളച്ചിട്ട് ഒരു വിത്തുമ്പോൾ ഒരു 30-32 വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മളൊരു ജീവിതയാത്രയായിരുന്നു ജനക്ഷേമം പരിപാടിയിൽ. അബ്ദുൽ മുനീർ അദ്ദേഹം നമ്മുടെ കൂടെ അതിഥിയായി അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അവസാനത്തെ ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ ഒരു സംരംഭൻ, ഒരു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൃഷി ചെയ്ത് വിളവെടുപ്പിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാനുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഹൃദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. ഇതിലൊരു ശ്രോതാവ് എന്നർത്ഥത്തിൽ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ആവണം എന്നുണ്ട്. അങ്ങനെയാണല്ലോ മനുഷ്യനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊരു താല്പര്യം. അപ്പോൾ വീട്ടിലാവട്ടെ സൗകര്യങ്ങൾ ചില ആളുകൾക്ക് ഉണ്ട്, പക്ഷേ അതിനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സ്ഥലമല്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനെന്താണെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് ഒഴിവുണ്ട്, സമയമുണ്ട്, എല്ലാം ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തുന്ന നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളത് നമുക്ക് ഈ എപ്പിസോഡ് ഉൾക്കൊള്ളിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ വാല്യൂ അഡീഷൻ കാര്യങ്ങളും അതുപോലെ ട്രിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഞാൻ എനിക്കൊരു കൃഷിഭവനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ കൃഷിഭവന് വ്യവസായ വകുപ്പ് ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് സഹായങ്ങളും ഒക്കെ കിട്ടും. മെഷീനറികൾ വാങ്ങാനുള്ള സബ്സിഡികളുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മെഷീനറി വാങ്ങുകയാണെങ്കിൽ ഇപ്പം 35% സബ്സിഡി നമുക്ക് സർക്കാർ തരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ DPR ഉണ്ടാക്കി കഴിഞ്ഞാൽ വ്യവസായ വകുപ്പിനോട് ബന്ധപ്പെട്ട അവർ DPR ഉണ്ടാക്കി തരും, ഫണ്ട് പാസ്സാക്കി തരും, എല്ലാം ചെയ്യും. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്കിലും 30% സബ്സിഡി നമുക്ക് കിട്ടും. അതിന് പുറമെ എനിക്കിപ്പോൾ ഒരു കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞ സംഘം, അത് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടാണ്. 5-6 പേരിൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് കൂടുതൽ സംഭവമാണ് ഞങ്ങൾക്ക് സർക്കാർ സഹായങ്ങൾ തരുന്നുണ്ട്, അതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, മെഷീനറികൾ വാങ്ങാനുള്ള പൈസ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേമിൻ്റെ പേര് ഞങ്ങളെ ഈ കൃഷിക്കൂട്ടത്തിൻ്റെ പേര് ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്നാണ്. അപ്പോൾ ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്ന ആ പേരിൽ തന്നെയാണ് ആ പ്രോഡക്റ്റും വിൽപ്പന നടത്തുന്നത് ഞങ്ങൾ. പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുമ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് അതിലുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഒന്ന് കൂവപ്പൊടി, നേരത്തെ പറഞ്ഞു. ഈ കൂവക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സംരംഭം കർഷകരെ സഹായിക്കാൻ വേണ്ടിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഒരു ബ്രാൻഡിങ് ചെയ്തു. ഒരു പ്രോഡക്റ്റ് സർക്കാരിൻ്റെ ഒരു ബ്രാൻഡ്, സർക്കാർ അംഗീകാര ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കേരള ഗ്രോ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ചെയ്തു. ആ ബ്രാൻഡിങ്ങിൽ നമ്മൾ അപ്രൂവൽ എടുക്കുക. നമ്മളൊരു പ്രോഡക്റ്റിന് അല്ല 1, 2, 5 പ്രോഡക്റ്റ് നമുക്ക് അതിൽ അപ്രൂവൽ എടുക്കാം, അതിൽ ബ്രാൻഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ആദ്യം ന്യൂട്രിയൻ അനാലിസിസ് ടെസ്റ്റ് നടത്തണം. ശരി, അത് നടത്തണമെങ്കിൽ 6000 ചിലവുണ്ട്. അതിന് നമുക്ക് സർക്കാർ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ 100% എക്സ്പെൻസ് സർക്കാരാണ് മുടക്കിയത്. എൻ്റെ കൂവപ്പൊടി ഇപ്പം കേരള ഗ്രോ ബ്രാൻഡിങ്ങിലേക്ക് എത്തി. കേരള ഗ്രോ ബ്രാൻഡിങ്ങിലെത്തി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം സാധനം. പിന്നെ നമുക്ക് ആമസോണിലൂടെ വിൽക്കുമ്പോഴൊക്കെ മാർക്കറ്റ് റേറ്റ് കൂടും. കേരള ഗ്രോ ബ്രാൻഡിങ് പറഞ്ഞാൽ അതിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ മുനീർ ഉണ്ടാക്കിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാങ്ങാൻ ആളുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് കേരള ഗ്രോ ബ്രാൻഡിങ്ങുള്ള സാധനം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ISI എന്നൊക്കെ പോലെ ഒരു ബ്രാൻഡിങ് ആണത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പം തന്നെ കേരള ഗ്രോ ബ്രാൻഡിങ്ങിലെ ഉൽപ്പന്നങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഓണച്ചന്തയിൽ കേരള ഗ്രോൻ്റെ ഈ ഓണം കേരള ഗ്രോയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. ഈ ബ്രാൻഡിങ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു കോർണർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനില്ല. എന്തൊരു സംഗതി ഒറ്റയടിക്കാതെ വായിലിട്ട് കൊടുക്കാൻ നടക്കില്ലല്ലോ, പതുക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം സർക്കാരിന് നിർബന്ധമുണ്ട്. ആ ക്വാളിറ്റിക്ക് വേണ്ടിയാണ് ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുപാട് ഫണ്ടുകളുണ്ട് ഓരോന്നിനും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൃഷി കംപ്ലീറ്റ് ഞാൻ
ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യുന്നത്, നന ഇറിഗേഷൻ സംവിധാനങ്ങൾ. മാത്രമല്ല എനിക്ക് കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും എനിക്ക് പിന്നെ ഇതില്ല, പിന്നെ ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ സോളാർ പമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ സോളാർ പമ്പ് എനിക്ക് സെയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ഇത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നെല്ല് നട്ട് നോക്കുമ്പോൾ പാടത്ത് വെള്ളമല്ല, അപ്പോൾ ഞാൻ പമ്പും പാനലും കൊണ്ട് വെച്ച് അവിടെ ഓണാക്കിയിട്ട് പോകുന്നത്, ഇതുവരെ ഓഫാക്കിയില്ല. അത് മൂപ്പര് അങ്ങനെ ഓണായിക്കോളും. വൈകുന്നേരം ആകുമ്പോൾ ഓഫാവും ചെയ്യും. അത് ആംബിയർ കുറയുമ്പോൾ വെയിൽ കുറയുമ്പോൾ ഓഫാവും ചെയ്തോളും. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ. അപ്പോൾ ആ ഒരു റിസ്ക് ഇല്ല വല്ലാതെ. ഡ്രിപ്പ് ഇറിഗേഷനിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, സോളാർ പമ്പാണ് ഉപയോഗിക്കുന്നത് പല സ്ഥലത്തും. 2-3 സ്ഥലത്തുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഇലക്ട്രിക് ഉപയോഗിക്കുന്നുള്ളൂ. ശരി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ച്. അപ്പോൾ ഒന്ന് കൂവപ്പൊടി ഉണ്ട്, പിന്നെ എൻ്റെ പപ്പായ ഞാൻ പല സ്ഥലത്തേക്കും ഞാൻ കൊടുക്കുമ്പോൾ, പുറമെ കൊടുക്കുമ്പോൾ പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ കൊടുക്കുക. എൻ്റെ ഗ്രീൻ ഫ്രഷ് നില ലോഗോയിലെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ കൊടുക്കാറ് ഞാൻ. അപ്പോൾ നമുക്കൊരു ആഡാണല്ലോ, നമുക്ക് എൻ്റെ ബ്രാൻഡിൻ്റെ ആഡുമായി നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ കോഴിക്കോട് ജില്ലയിലോ ഈ അടുത്തൊക്കെ നമ്മൾ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുനീർ ഖാൻ്റെ ഈ ഒരു പിന്നെ ഗ്രീൻ ഫ്രഷിൻ്റെ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഉൽപ്പന്നങ്ങൾ പിന്നുള്ളത് മഞ്ഞൾപ്പൊടി. ഞാൻ കുറച്ച് മഞ്ഞൾ കൃഷി ചെയ്തതിന് കുറച്ച് നാടൻ മഞ്ഞൾ ആളുകളെ അടുത്തുനിന്ന്, നാടൻ കൃഷിക്കാരെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് പൊടിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ ഉള്ളത് കുന്നംവായ ചിപ്സ്, കുന്നംവായ പൊടി, പിന്നെ ഞാൻ പറഞ്ഞ അരി. ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ എപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത്. ഇത് കിട്ടാൻ കുന്നമംഗലം ടാക്സി സ്റ്റാൻഡിൻ്റെ അകത്ത് കേരള ഗ്രൗണ്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഞങ്ങളുടെ കുന്നമംഗലം FPOൻ്റെ അണ്ടറിലാണ് അത് നടക്കുന്നത്. അവിടെ എൻ്റെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. അവിടെ പോയാൽ കിട്ടും സാധനം. ഞാൻ ഇറക്കിയ ഇപ്പം സ്റ്റോക്കില്ല പപ്പായ അച്ചാർ. ഈ പപ്പായ അച്ചാർ ഇറക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ പപ്പായ നട്ടപ്പം അത് കുറേ വെയിറ്റ് കൊണ്ട് പപ്പായ മുറിഞ്ഞു വീണു. അപ്പോൾ അത് നോമ്പിനായിരുന്നു. അപ്പോൾ ഇത് ആർക്കും വേണ്ട സാധനം, വെറുതെ ഒരു കിൻഡൽ പപ്പായൊക്കെ ഒരു മരത്തുമേൽ ഉണ്ടായി. ആ സമയത്ത് വെറുതെ നശിച്ചു പോകും, ആർക്കും വേണ്ടല്ലോ സാധനം. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സങ്കടം. ഒരു മരത്തുമ്പോൾ കിൻഡൽ അധികമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര ഫോട്ടോ, എൻ്റെ മൊബൈലിൽ ഫോട്ടോസ് ഉണ്ട്. ആ പാടത്ത് നട്ടായിൽ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു സാധനം. എന്നിട്ട് പിന്നെ ഇതൊക്കെ എന്ത് ചെയ്തു? അത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറയും ഞാൻ. പിന്നെ നശിച്ചു പോയതാ പപ്പായൊക്കെ വീണിട്ട്, വയൽ നിലത്ത് വീണിട്ട്. പക്ഷെ അതിന് അപ്പം അത്രയും എക്സ്പെൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 20-ലധികം മരം മുറിഞ്ഞു കൊണ്ടിട്ടുണ്ട്. അവിടെ 300 മരം നട്ടിരുന്നതിന്. അങ്ങനെ ഞാൻ എന്താ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് പപ്പായ അച്ചാറിട്ടുകൂടാ എനിക്ക് ഇങ്ങനെ തോന്നി. മാത്രമല്ല ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് അച്ചാർ മാത്രം വിൽക്കുന്ന പിന്നെ ഷോപ്പുകളും പപ്പായ ഓൺലി അച്ചാറില്ല, മിക്സറാണ് കാണുന്നത്. മിക്സറാണ് ഞാൻ കാണുന്നത്. ലുലുവിൽ പോയിക്കും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഒന്നും ഉണ്ടാക്കിയാൽ, അങ്ങനെ സാമ്പിൾ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ലത്. ഞാനത് ഉണ്ടാക്കിയിട്ട് നമ്മളെ കുന്നമംഗലം ഞങ്ങളെ ADA എൻ്റെ ഓഫീസിലെ സ്റ്റാഫിന് കൊടുത്തു, നമ്മളെ കൃഷിഭവനിലെ കൊടുത്തു, പരിചയക്കാർക്കൊക്കെ സാമ്പിൾ കൊടുത്തു. അവരൊക്കെ അടുത്ത് കുഴപ്പമില്ല സാധനം, ഇത് മാർക്കറ്റിൽ ഇറക്കണം നിങ്ങൾ നിർബന്ധമായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ ഇറക്കി. മാർക്കറ്റ് മീൻസ് പുറത്ത് ഷോപ്പുകളിൽ ഞാൻ കൊടുക്കാൻ തുടങ്ങിയില്ല. എനിക്ക് അതിൽ താല്പര്യമില്ല. കാരണം മറ്റുള്ള ലോക്കൽ ബ്രാൻഡിനോട് നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ എൻ്റെ ഇതിലുണ്ടായ ഓർഗാനിക് പപ്പായ ഞാൻ വാങ്ങി. പിന്നെ അച്ചാർ പൊടി ഞാൻ വീട്ടിൽ വെച്ചാൽ ഇത് കാശ്മീരി മുളക് മാത്രം നമ്മൾ വാങ്ങിയിട്ട് പിന്നെ മറ്റുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ അതിൽ പിന്നെ വെള്ളം ആഡ് ചെയ്യാതെ പിന്നെ എണ്ണയും കുറച്ച് വിനെഗറിന് പകരം എസൻസാണ്, ഒരു കുറച്ച് എസൻസ് ഒഴിക്കുകയാണ്. ആ രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പം സ്വാഭാവികമായിട്ടും അതിന് കോസ്റ്റ്ലി ആയിരിക്കും അത്. അപ്പോൾ 100 റുപ്യക്ക് 50 റുപ്യക്ക് 1/2 ലിറ്റർ കൊടുക്കണവരുടെ അടുത്ത് നമുക്കിത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ 200 ബോട്ടിൽ നമ്മൾ 60 റുപ്യ 50 റുപ്യ എക്സ്പെൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പുകൾക്ക് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലെറ്റിലും എൻ്റെ സാധനം വെച്ചിരുന്നു. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് തീർന്നിട്ട് ഈ പുതിയ ഉണ്ടാക്കണം. ഇത് സീസൺ അനുസരിച്ച് കിട്ടുന്നത് ഏതൊക്കെ? ഇപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കൂവപ്പൊടിയും ഒക്കെ സ്റ്റോക്ക് ഉണ്ട്, അവിടെ ഉണ്ട് സാധനം. പപ്പായന്റെ സീസൺ വരുന്നത് സീസൺ നേരത്തെ പറഞ്ഞല്ലോ, സീസൺ എന്നൊരു പ്രത്യേക കണക്കൊന്നുമില്ല. ഏത് സമയത്ത് നമുക്ക് പപ്പായ ഉണ്ടാക്കാം. മഴക്കാലത്ത് പപ്പായ ഉണ്ടാക്കുമ്പോൾ പപ്പായന്റെ ടേസ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ അതിന് ചില രോഗങ്ങളൊക്കെ ഇങ്ങനെ പപ്പായ വന്നൊരു കറ ഒലിക്കുക, അങ്ങനെ സംഗതികളൊക്കെ ഉണ്ട്. ഇത് എല്ലാത്തിനും കൂടി നമ്മൾ മരുന്ന് കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ അത് തിന്നാൻ പറ്റാതാവും. നേരത്തെ പറഞ്ഞ പോലെ പല ഇതിലേക്ക്. അതുകൊണ്ട് ഞാൻ പപ്പായ പൊതുവെ വേനൽ സീസണിലേക്ക് വിളവെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ അതിനനുസരിച്ചുള്ള ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു അച്ചാർ, പിന്നെ വാഴപ്പിണ്ടി അച്ചാർ, ഞാൻ അന്ന് അവിടുന്ന് വാഴപ്പിണ്ടി അച്ചാർ ഉണ്ടാക്കിയിരുന്നു. വാഴപ്പിണ്ടി അച്ചാറൊക്കെ അധിക ദിവസം വെക്കുമ്പോൾ ടേസ്റ്റ് മാറുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങളെ കൂടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ നിങ്ങൾ ഒറ്റക്കാണോ? അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വീട്ടിൽ നിന്ന് വൈഫും കുട്ടികളൊക്കെ ഒന്ന് കൂടിത്തരും. പാക്കിങ്ങിന് സ്റ്റിക്കർ ഒട്ടിക്കാൻ അതിനൊക്കെ ഓല് കൂടിത്തരും. കൃഷി കാര്യങ്ങൾക്ക് ഓൽക്ക് പോയിക്കൊണ്ടാവില്ല. ഞാനും എൻ്റെ ബംഗാളികളും ചെയ്യുന്നതാണ്. ബംഗാളികൾ ഞാൻ വിളിക്കുന്ന പണിക്ക്. പപ്പായ ഹാർവെസ്റ്റിംഗ് ഒക്കെ പിന്നെ ഞാൻ തന്നെ ചെയ്യും.
ഇതിൽ അറിയേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നെൽകൃഷി കാര്യം പറഞ്ഞു, നമ്മളെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വേറെ കൃഷികളൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലും ചുറ്റുഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടോ? അത് നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ടെറസിന്റെ മുകളിൽ ഞാൻ പിന്നെ അപ്പോൾ ഇവിടെ ഗ്രീൻ വാലിലെ കുട്ടികൾ ചെയ്ത് നല്ല രസമുണ്ട്. അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നല്ല നല്ല ഭംഗിയുണ്ട് ചെയ്ത്, ഒന്നുകൂടി ഭംഗിയാക്കാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് വന്നപ്പോൾ. അത് അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ആർക്കും പിന്നെ ഒരു സെന്റ് ലോനുമാണ് മുറ്റത്ത് നാല് മുളക് തയ്യും തക്കാളി തയ്യും നട്ടുണ്ടെങ്കിൽ അവനാ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എന്റെ വീട്ടിലൊരു സ്ഥലം ഇല്ലാന്ന് പറയുന്നത് 2 or 3 മുളകിന്റെ തൈ നട്ടുണ്ടെങ്കിൽ അത് മതി, നമ്മൾ ആവശ്യത്തിന് മുളകയിൽ നിന്ന് കിട്ടും സുഖമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭയപ്പെടുത്തി എൻ്റെ ഒരുപാട് ഗ്രൂപ്പുകൾ 5-6 ഗ്രൂപ്പുകളുണ്ട്. അതിൽ തിരുവനന്തപുരത്തില്ല അവിടെ ജില്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. അവരെന്നോട് പറഞ്ഞു, മുനീർക്ക ഞാൻ വെണ്ട എങ്ങനെ നട്ടിട്ടും എനിക്ക് വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ 100 ഗ്രാം ഹൈബ്രിഡ് വിത്ത് കൊറിയർ അയച്ചു കൊടുത്തു. ചേച്ചി നിങ്ങൾ വെണ്ട കൃഷി ചെയ്തിട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നു പറഞ്ഞു. അപ്പോൾ അത് ആദ്യം നട്ടു. അതിന് പറഞ്ഞാൽ ആകെ സൺഡേ ആണ് കിട്ടുക, അന്ന് ഒരുപാട് പണികളുണ്ടാവുമല്ലോ. അപ്പോൾ കൃഷി ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ രാത്രി ടോർച്ച് അടിച്ചിട്ടൊക്കെ നനക്കലൊക്കെ അത്രയും ഇതിലാണ് ചെയ്യുന്നത്. മുറ്റത്ത് ഇങ്ങനെ ഗ്രോ ബാഗിൽ ചെയ്താണ്. അപ്പോൾ ആദ്യം ഉണ്ടായത് കുറച്ച് വിളവ് മോശമായി പറഞ്ഞു. 2ാമത്തെ ബാച്ച് അടിപൊളിയായി എന്നാണ് എനിക്ക് സന്തോഷത്തോടെ ഫോട്ടോ അയച്ചു തന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മലപ്പുറം ജില്ലയിലെ മറ്റാണ് ഒരു താത്ത, ഞാൻ കപ്പക്കമ്പ് കൊടുത്തിരുന്നു. മീറ്റിനൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു മഞ്ഞ കപ്പ ഉണ്ടായിരുന്നിട്ട് എൻ്റെ അടുത്ത്, എന്താ പറയുക, നേന്ത്രകൗളാന്ന് നമ്മളോട് പറയാം, ഏത്തക്കപ്പൻ്റെ കമ്പ് ഏകദേശം കേരളത്തിലെ 400ഓളം ആളുകൾക്ക് ഞാൻ കൊറിയറായിട്ടും മീറ്റിന് പോയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ ഞാൻ കൊറിയർ ചാർജ് 50 രൂപ വാങ്ങിയിട്ട് 3 കഷ്ണം അയച്ചു കൊടുത്ത് പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ താത്തക്ക് അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ. എൻ്റെ ഇത് ഞാൻ എടുത്തു, ഒന്ന് എൻ്റെ അമ്മച്ചിക്കും കൊടുത്തു, ഒന്ന് തൊട്ടടുത്ത ബാലകൃഷ്ണേട്ടനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടപ്പോൾ. പിന്നെ അവരത് വിളവെടുത്തതിന് ശേഷം ഉണ്ടായ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ കുറച്ചുകൂടി സന്തോഷമാകാണ്. അപ്പോൾ പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ചോദിച്ചു എന്തായിന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാടാക്കി കൊടുത്തു, നിങ്ങൾ കൊടുത്ത പോലെ ഒരുപാട് സന്തോഷം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലെ മുന്തിരി അടുത്ത് ഞാൻ ഈ മാസം ഞാൻ വീട്ടിൽ മുന്തിരി ഉണ്ട്. വീട്ടിൽ ഒരു മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ടിട്ട് ഞാൻ മുന്തിരി കൃഷിയുണ്ട്. മുന്തിരി കൃഷിയിലേക്ക് എത്താനൊരു കാരണം ഉണ്ടല്ലോ. അതെന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തെങ്ങുണ്ട്. അത് വാപ്പ നട്ട തെങ്ങാണ്. വാപ്പക്ക് പാളയം മാർക്കറ്റിൽ നിന്ന് അവിടെ അല്ല ഒരു രാമകൃഷ്ണേട്ടൻ മറ്റേ പേര് പറഞ്ഞ ഒരാൾ കൊടുത്ത ഒരു തേങ്ങയായിരുന്നു. ആ തേങ്ങയ്ക്ക് ചകിരി വളരെ കുറവാണ്, നല്ലോണം തേങ്ങയുണ്ടാവും. വാപ്പ അതിൻ്റെ പോരിശങ്ങ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയായിരുന്നു. എന്നിട്ട് എന്നും വാപ്പ അതിൻ്റെ വറ്റുന്ന ഈ കുളിക്കലൊക്കെ ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടി കുളിക്കും. കിണറിൻ്റെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെങ്ങ് വലുതായി. ഇപ്പോൾ ഞങ്ങളെ പാർട്ടിഷൻ ചെയ്തപ്പോൾ എൻ്റെ മുറ്റത്താണ് തെങ്ങുള്ളത്. ഞങ്ങൾ വീട് വന്നപ്പോൾ ഞങ്ങൾ 3 ആളും ഒരൊറ്റ കോമ്പൗണ്ടിലാണ് വീടുണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ മുറ്റത്തായി തെങ്ങുള്ളത്. അപ്പോൾ ഈ തെങ്ങുമ്മൽ നല്ലോണം തേങ്ങയുണ്ട്. അപ്പോൾ അത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൂടെ തേങ്ങ വീണു. അപ്പോൾ ഇത് ഇപ്പോൾ കുട്ടികളെ മേലെയൊക്കെ പോകുമല്ലോ എന്ന് ആലോചിച്ചു. ഞാൻ വിചാരിച്ചു പന്തലിട്ട് വിചാരിച്ചു. ഞാൻ മുറ്റത്ത് മൊത്തത്തിൽ പന്തലിട്ട് നല്ല ഫ്രെയിം അടിച്ച് നെറ്റടിച്ച് പന്തലിട്ട് ആ പന്തൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും നടായിരിച്ചായിട്ട് ഒരു ദിവസം ഞാൻ മുന്തിൻ്റെ തൈ ഒരു 10 രൂപയുടെ തൈ ഉണ്ടെന്ന് വാങ്ങി മുറ്റത്ത് നട്ടു. അത് അതിലേക്ക് കയറി. അപ്പോൾ വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷായിട്ട് നല്ല പയറുവള്ളിയൊക്കെ പടർന്ന മാതിരി അതിൻ്റെ മേലെ മുന്തിരി വള്ളിയുണ്ട്, താഴെ കായുണ്ടാവും. ഈ കഴിഞ്ഞ വർഷം ഞാൻ 8 കിലോ മുന്തിരി ഞാൻ അതിന് പറിച്ചു. ഞങ്ങളെ ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ ഇട്ടിരുന്നു. നല്ല മുന്തിരി, റോസ് മുന്തിരി. ഇപ്രാവശ്യം ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ വേറെ മുന്തിരിയും കൂടി അതിൽ നട്ടിട്ടുണ്ട്. ഒരു കംബോഡിയൻ മുന്തിരി പറഞ്ഞൊരു മുന്തിരി ഉണ്ട്, വലിയ തേനീച്ചകൂട് പോലത്തെ ഒരു മുന്തിരി. കായ ഉണ്ടായിട്ടില്ല, അതും ആ പന്തലിലേക്ക് കയറിയിട്ടുണ്ട്. മാഷാഅല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള കൃഷികൾ ഒരു ഭാഗത്തുണ്ട്. പിന്നെ പുറമെ ഇതുപോലെ ഒരു ഉൽപ്പന്ന അടിസ്ഥാനത്തിൽ നടത്തുന്ന സംവിധാനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗവൺമെൻറ് തലത്തിലുള്ള സബ്സിഡികൾ, സഹായങ്ങൾ, അതിൻ്റെ കുറച്ചുകൂടി വിവരണങ്ങളൊന്ന് ആഡ് ചെയ്യാൻ പറ്റും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന സഹായങ്ങളൊക്കെ എങ്ങനെ? ഒരുപാട് സഹായങ്ങളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പിന്നെ വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക്, പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഓൾറെഡി സബ്സിഡി ഉണ്ട്. ഒരു സെൻറ്റിന് 100 രൂപ മറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ പഞ്ചായത്തിൻ്റെ ഓരോ കൃഷിഭവൻ്റെ ഫണ്ടിൻ്റെ അനുസരിച്ചാണ് ഉണ്ടാവുക. കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എമൗണ്ട് കൂടുതൽ ഏരിയ ചെയ്യുന്ന പഞ്ചായത്തുകൾക്ക് ചിലപ്പോൾ കുറഞ്ഞേക്കാം, അങ്ങനെ ഉണ്ടാവും. ചില ഏരിയ പഞ്ചായത്തുകൾ കൃഷിഭവൻ്റെ പരിധിയിൽ കൃഷി കുറവായിരിക്കും, അപ്പോൾ കൂടുതൽ കിട്ടിയെന്നേക്കും. പിന്നെ വാഴയ്ക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് നല്ല സബ്സിഡി ഉണ്ട്. ഇപ്പം തെങ്ങിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് അതിനൊക്കെ സബ്സിഡി ഉണ്ട്. തെങ്ങ് കൃഷിൻ്റെ ഇന്നലെ ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിലൊക്കെ ഇപ്പം അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. എല്ലാ കൃഷിക്കും സബ്സിഡി, ഡ്രിപ്പ് ഇറിഗേഷൻ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങിനാകുമ്പോൾ കൂടുതലുണ്ട്. തെങ്ങിൻ്റെ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ
പഞ്ചായത്തുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ നല്ല 3-4 ഐറ്റം സബ്സിഡികളുണ്ട് എന്നോട് ഇന്നലെ ഞാൻ ആക്സിയായിട്ട് സംസാരിച്ചു, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ്. അതിലൊക്കെ നമ്മളിത് അറിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടണം. അതാണ് കൃഷിഭവനിലെ ആൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല. നമ്മളാകെ അവിടെ പോകുന്നത് എന്തെങ്കിലും ഫ്രീ തൈ കൊടുക്കണ്ടേ പാഞ്ഞു പോകും. ഒരു 5-6 തൈ ഇടും, അതിന് ഓട്ടോറിക്ഷ വിളിച്ച് പോകും. ഓട്ടോറിക്ഷൻ്റെ പൈസ കണക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് വാങ്ങിക്കൊണ്ടുവരും. അത് അവിടെ കൊണ്ടുപോയി പരന്നിട്ട് ഉണങ്ങും, അതാ നടുവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നട്ടിട്ട് അതിൻ്റെ ചിലവ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പയർ നട്ടിട്ട് അതിന് കായ് ഉണ്ടായി കാണുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെ. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ജോലികളിൽ ഒന്ന് കൃഷിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു കൃഷി, ഞാനിപ്പോൾ വാഴക്കൃഷിയിലേക്ക് ഞാൻ വല്ലാതെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് വാഴ വെച്ചു. അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് എനിക്ക് നഷ്ടം വന്നു, കാരണം ഒടിഞ്ഞു പോയി കംപ്ലീറ്റ്. അത് നല്ലൊരു കാറ്റടിച്ചു. അങ്ങനത്തെ ഒരു നല്ലൊരു ആ കാറ്റിനെ പ്രതീക്ഷിച്ച് കെട്ടാനും കഴിയില്ല, അമ്മേനെ കെട്ടായിരുന്നു. ഏതായാലും ഒടിഞ്ഞു പോയി. അതിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 140 എണ്ണം വെച്ച്, ഈ പ്രാവശ്യം 500 എണ്ണം ഉണ്ട്, 3 വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഞാലിപ്പൂവൻ എൻ്റെ അമ്മാവൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ ചുള്ളിക്കാപ്പറമ്പിൽ, കഴുങ്ങിൻ്റെ ഇടയിലെ സ്ഥലം, അതിൽ വെച്ചിട്ടുണ്ട് 150 ഞാലിപ്പൂവൻ. 150. അതിലൊരു 100ഓളം വാഴ അത്യാവശ്യം കഴുങ്ങിൻ്റെ ഇടയില്ല. മറ്റേ മരത്തിൻ്റെ ഷെയ്ഡ് ഉണ്ടായിട്ട് വളർച്ച കുറവുണ്ട്. ഇതിൻ്റെ വളർച്ച ഞാൻ ഇന്നും അവിടെ പോയി ഇങ്ങനെ നോക്കിക്കും കുറേ നേരം. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറയാൻ കാണുമ്പോൾ, അതിൻ്റെ വളർച്ച കാണുമ്പോൾ. അത് ഞാൻ ആകെ കൊടുത്തത് 50 ഗ്രാം ഫാക്ടംബോസ് കൊടുത്തിന്, പിന്നെ കൊടുത്തത് 2 പ്രാവശ്യം കോഴിവളം കൊടുത്തിന്. ഞാലിപ്പൂവിനെ വല്ലാത്ത ശ്രദ്ധ ഒന്നും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കന്നുകൾ വരുമ്പോൾ, വാഴയ്ക്ക് ശരിക്കും നമ്മൾ കന്നുകൾ വരുമ്പോൾ ഒക്കെ മുറിച്ച് കൊടുക്കണം. അതാണോ അതിൻ്റെ കൊല വരുമ്പോൾ കൊലൻ്റെ എണ്ണിതാട്ട ഇങ്ങനെ കുറേ തൂങ്ങാൻ നിൽക്കരുത്. അണ്ണിയാട്ട അപ്പനെ മുറിച്ചാടണം. അത് അതിനെ വളർത്താൻ കൂടി ഈ വാഴക്ക വലുതാവാനുള്ള വളം കൂടി കൊടുക്കുക, അതിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ കന്നുകൾ മുറിച്ച് കൊടുക്കുക. ഏകദേശം മൂത്ത് വരുമ്പോഴേ നമ്മൾ ഇത് കന്ന് നിർത്താൻ പാടുള്ളൂ. നേന്ത്രവാഴക്ക പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ട്. അപ്പോൾ നല്ല വളർച്ച, എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ വേണം ഇപ്പോൾ ഒന്ന് വന്നൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു ഹാപ്പിനെസ് ആണ് കാണും. അതിൻ്റെ അടുത്ത് കുറച്ച് പപ്പായ ഉണ്ട്, ആ പറമ്പിൽ തന്നെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അത് പിന്നെ കുറച്ച് 150 റോബസ്റ്റ് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ താഴെ പറമ്പിൽ 200 നേത്ര വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പിന്നെ ഇപ്പോൾ കൃഷിൻ്റെ ഓരോ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും ഇടയുണ്ടോ? എനിക്ക് എൻ്റെ കൃഷിക്കൂട്ടത്തിന് മെഷീനറികൾ വാങ്ങാൻ സഹായം തന്നിട്ടുണ്ട്. ഇനി പുതിയൊരു പ്രൊജക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവരും കാണുന്നത്, അതുപോലെ ഡ്രൈ വെജിറ്റബിൾസ്. അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു സംതിങ് വെറൈറ്റി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഡ്രൈ വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസും ഉണക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാം. ഈവൻ തക്കാളി പോലും. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഞാൻ നാളെ ഒരു മെഷീനറി എക്സ്പോ ഉണ്ടായിരുന്നു കോഴിക്കോട്, അല്ല ഇവിടെ എറണാകുളത്ത് കാണാൻ വേണ്ടി പോയിരുന്നതിന്. അതിൽ അതിൻ്റെ മെഷീനറികൾ കണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ കൂടെ ആകുമ്പോൾ സൗകര്യക്കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഷെഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാനൊരു പ്രൊജക്റ്റ് കൊടുത്തപ്പം എനിക്ക് 30% സബ്സിഡിയില്ല സ്കീം അവർ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ഓക്കെ പറഞ്ഞില്ല. വ്യവസായികൾ നമ്മൾ പറയേണ്ട ആവശ്യം പോലെ എല്ലാം ചെയ്തു തരും നമുക്ക്. എത്രയും സപ്പോർട്ടിങ് ആണ് നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് കേന്ദ്ര പദ്ധതികളാണത്. MSME ഇതിനൊക്കെ നമ്മൾ എന്തൊരു ചെയ്യുമ്പോഴും പിന്നെ ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കണം, പിന്നെ MSME രജിസ്ട്രേഷൻ ഉണ്ട്, ഉദ്യം രജിസ്ട്രേഷൻ, ഇങ്ങനെ കുറേ രജിസ്ട്രേഷൻ. അതൊക്കെ നമുക്കൊരു നമ്മളെ പഞ്ചായത്തിൽ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നവരെ സഹായിക്കാൻ വ്യവസായ വകുപ്പിൻ്റെ ഒരു ജീവനക്കാരുണ്ടാവും. അവർ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമായിട്ട് നമ്മളെ പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും വരുള്ളൂ. ആ ആൾക്ക് 2-3 പഞ്ചായത്തിൻ്റെ ചാർജ് ഉണ്ടാവും. അങ്ങനെയാണ് ബ്ലോക്കിലൊരാളുണ്ടാവും, അയാളെ കീഴിൽ 2-3 ആളുണ്ട്. അപ്പോൾ അവർ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മളടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു തരില്ല, നമ്മൾ അങ്ങോട്ട് പോയി കണ്ടെത്തണം. നമുക്ക് മാർക്കറ്റിങ്ങിനുള്ള സഹായങ്ങൾ, ഐഡിയകൾ അവർ പറഞ്ഞു തരും. അപ്പോൾ നാളെ ഇപ്പോൾ കോഴിക്കോട് ഒരു ക്ലാസ് ഉണ്ട് എക്സ്പോർട്ടിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചതിൻ്റെ. പിന്നെ വേറൊരു വാഴപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, പിന്നെ എല്ലാവരും ചെയ്യാറില്ല. എന്നോടിപ്പോൾ 1-2 ആൾ പറഞ്ഞ് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ മാർക്കറ്റിങ് G9 എന്നൊരു വാഴയുണ്ട്, ഗ്രാൻഡ് 9. അതായത് നമ്മളെ മഞ്ഞ റോബസ്റ്റ്, ഗൾഫിലൊക്കെ കാണുന്ന റോബസ്റ്റ് ഇല്ലേ, പടല ചെത്തിയ റോബസ്റ്റ് വരുന്നത് ആ സാധനമാണ്. അത് ടേസ്റ്റ് കുറവാണ്, മാർക്കറ്റിംഗ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തിട്ട് ഞാൻ 250 തൈ നടാൻ തീരുമാനിച്ചത്. ആ വാഴ പിന്നെ നല്ല ഹൈറ്റ് ഉണ്ടാവില്ല തീരെ, പക്ഷെ കൊല ഭയങ്കര കൊല ഉണ്ടാവും. നല്ലോണം നോക്കിയാൽ ഒരു 60-70 കിലോ വരെ എത്തുന്നുണ്ട് ആ വാഴ എന്ന് പറഞ്ഞ് അതിൻ്റെ കൊല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാർക്കറ്റ് ഉണ്ട്, വാങ്ങാൻ ആളുണ്ടാവില്ല, നാട്ടിലെ ആൾക്കാർ വാങ്ങില്ല. പിന്നെ നമ്മൾ പടല ചെത്തിയിട്ട്, എന്നോട് ഒരാൾ പറഞ്ഞത് പടല ചെത്തിയിട്ട്
പഴുപ്പിച്ചിട്ട് പെട്ടിയിലാക്കി കൊടുക്കണം. ആ. അങ്ങനെ ആകുമ്പോൾ ഷോപ്പർ വാങ്ങും. അല്ല, ആ രൂപത്തിൽ തന്നെയാണ് ഗൾഫിലൊക്കെ അതെ അല്ലേ? അതെ ആ അതെ. രൂപത്തിൽ തന്നെയാണ്. പക്ഷേ മധുരത്തിന്റെ ഇതിൽ ഈ പച്ച റോബസ്റ്റും മഞ്ഞയും തമ്മിൽ മഞ്ഞല്ലേ മധുരം ഉള്ളത്? അത് ചിലർക്ക് പറയും ഇതാണ് ഇഷ്ടം, ചിലർക്ക് ഇതാണ് ഇഷ്ടം. അപ്പൊ എന്നോട് 1-2 കർഷകർ പറഞ്ഞു മാർക്കറ്റ്, എനിക്ക് തോന്നുന്നു അതായിരിക്കും വലിയ കൊല ആരും വാങ്ങൂല. 60 കിലോ അല്ല 50 കിലോ വാഴക്കൊല വാങ്ങിയാൽ ഓന് വിറ്റീരൂലല്ലോ. അതുകൊണ്ടായിരിക്കാം മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ എന്താ എക്സ്പോർട്ടിങ്ങിന് ഈ സാധനമൊക്കെ പറ്റും. എക്സ്പോർട്ടിങ് ടീം വാങ്ങും. പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ സൈസ് ഇതിന്റെ അവർ അതിന്റെ ഡയമീറ്ററാണ് നോക്കുക. നമ്മളിപ്പോൾ പിന്നെ ഒരേ വണ്ണത്തിലെ കായാണ് അങ്ങനെ ആകുമ്പോൾ അവരെടുക്കും. അത്യാവശ്യം നല്ല വിലയും തരും നമുക്ക് ആ സാധനത്തിന്. അപ്പോൾ അത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുക. നമ്മൾ പഠിക്കാൻ വേണ്ടി ഏതായാലും അന്ന് ഗ്രീൻവാലി കുട്ടികൾ വന്നിട്ടാണ് ആ പാടത്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ്റെ SHM എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ഒരു സ്കീമുണ്ട്. അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു നിങ്ങൾക്ക് സബ്സിഡി തരാം. ഡ്രിപ്പ് ഇറിഗേഷനിൽ കന്ന് വാങ്ങുന്നതിന് സബ്സിഡി ഉണ്ട്, ലേബർ സബ്സിഡി ഉണ്ട്, ഡ്രിപ്പിന് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ നോക്കുക നമ്മളൊന്ന് പരീക്ഷണം. അതും എല്ലാവരും ധൈര്യം കാണിക്കാത്തൊരു കൃഷിയാണ് ഇത്. അത് 250 ആയൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ നശിക്കും. ഒരു പരീക്ഷണം ഒന്ന് നോക്കാന്ന് വെച്ചത്. ഓരോരുത്തരും ഇത് എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മളെ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറച്ചൊക്കെ പരാജയം ഉണ്ടാവും. മുളക് കുരുടിപ്പ് ഉണ്ടാവും, വെണ്ട കായിൻ്റെ ആയാലും നമ്മൾ നടക്കാൻ പഠിച്ചത് എത്ര വട്ടം വീണിട്ടാ അല്ലേ? ഒരുപാട് വട്ടം വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ ഒരു സ്ഥലമില്ലാന്നുള്ള ഒരു കാരണമല്ല. ഒരു ഗ്രോ ബാഗ്, ഒരു 5-6 ഗ്രോ ബാഗ് ഉണ്ടാകും, മുറ്റത്തവിടെ വെച്ചാൽ മതി. ചെടിച്ചട്ടി ഒന്ന് മാറ്റി വെക്കുക. ചെടി നടണ്ടെന്നല്ല പറയുന്നത്, അതിൻ്റെ ഇടയിൽ ഇത് ഉണ്ടാക്കിയാൽ മതി. നമ്മളെ ആവശ്യങ്ങൾക്കുള്ള സാധനം ഉണ്ടാവും. അതുപോലെ കറിവേപ്പ്, നമ്മൾ വാങ്ങുന്ന കറിവേപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിഷമടിച്ച് വരുന്ന തമിഴ്നാട്ടിൽ വരുന്ന സാധനം. ആ സാധനം ഒഴിവാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും കറിവേപ്പ് നമ്മൾ വെക്കണം. മറ്റൊരു കാര്യം എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മളെ വീട്ടിലെ കുട്ടികൾ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ഓൾക്ക് കൃഷി എന്താണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ പല കുട്ടികളും വിദേശത്തൊക്കെയാണ് ഉള്ളത്. ഓല് വന്ന സമയത്തെങ്കിൽ ഓരോടൊന്ന് പറഞ്ഞു കൊടുക്കും. ഓൾക്ക് നെല്ലെന്താണ്, അരി എന്താണ്, ഒന്നും ഓൾക്ക് അറിയില്ല. അവൾക്കൊന്ന് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം ഈ കാര്യങ്ങൾ എന്തൊക്കെയാലും. കുട്ടികളെ ശരിക്കും ഇൻവോൾവ് ആക്കുക കൃഷിയിലേക്ക്. ഞാനിപ്പോൾ നെല്ലടുമ്പോൾ എൻ്റെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നെല്ലടുമൊക്കെ കാണിച്ചു കൊടുത്തു. ഈ കൊയ്ത്ത് ശരിക്കും പോലെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. മകളെ കുട്ടികളൊക്കെ, എൻ്റെ മോളെ കുട്ടികളെ ഞാൻ എല്ലാത്തിലും ഇൻവോൾവ് ആക്കാറ്. മോൻ ഉഷാറാണ്. ഓനെ ഒരു നേന്ത്രമായ ടിഷ്യൂ കൾച്ചർക്ക് അന്ന് ഓനോട് വെപ്പിച്ചു. അത് വിളവെടുപ്പിച്ചും ചെയ്തു അവനോട് ഞാൻ. ഇപ്പം ആ വായ ഉണ്ടായിരുന്നിടത്ത് കന്ന് പിരിച്ചു വെച്ചില്ല. ആ കന്നിൽ ഇപ്പോൾ 3 കൊലയായിട്ടുണ്ട്. 3 കൊലയായിട്ട് ഒരു കൊല ഇന്നലെ പഴുത്തു. കൊല വെട്ടിയിട്ടില്ല, അതിങ്ങനെ പൊതിഞ്ഞേക്കല വിട്ടൂല. അങ്ങോട്ട് ഓലോണ്ട് ഞങ്ങളെ കൈമ്പന്ന് ഇങ്ങനെ ഇരിക്കുന്നു. മോളെ ചെറിയ മോള് 2-3 വയസ്സായ മോള് ഇന്നലെ ഇരിഞ്ഞതിൻ്റെ ഫോട്ടോ ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നതാണ്. അപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെയാണ്. നമ്മൾ നട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി തിന്നുന്നതും അങ്ങാടിയിൽ നിന്ന് വാങ്ങണതിൻ്റെ ഹാപ്പിനെസ് നമുക്ക് വേറെ തന്നെ. ഒരു പയറുണ്ടായിട്ട് അതിമേൽ ചിലപ്പോൾ ഒരു പയർ തൈ ഉണ്ടാക്കാமல் 20 രൂപയിലാണ് അതിൻ്റെ അല്ല ഒരു പയർ തിന്നുമ്പോൾ വേറെ സംതൃപ്തിയാണ്. ഹാപ്പിനെസ് ആണ് അതിൽ ഏറ്റവും വലിയ ലാഭം. എന്നോട് പലരും കൃഷിയിൽ ലാഭം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഹാപ്പിനെസ് എൻ്റെ ഏറ്റവും വലിയ ലാഭം എന്നാണ് ഞാൻ കാണുന്നതിൽ. സാമ്പത്തിക ലാഭം മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ അല്ലേ. ഒരു നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ പിന്നെ നെൽകൃഷിയുടെ വിത്തുകൾ. നിങ്ങൾ ശരിക്കും ഏത് ടൈപ്പ് വിത്ത്? പല ടൈപ്പ് വിത്തുകൾ. ഞാൻ സാധാരണ നമ്മളെ വീട്ടിലുണ്ടായ നെല്ലിൻ്റെ വിത്ത് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ എൻ്റെ വീട്ടിലിപ്പോൾ ഉപ്പ കൃഷി ചെയ്യുന്നുണ്ട് നെല്ല്. പക്ഷെ വിത്തിന് പുറത്ത് പാലക്കാടൊക്കെ പോയിട്ട് വിത്ത് എടുക്കുക. അങ്ങനെ എടുക്കുന്നവരുണ്ട്, ചിലരൊക്കെ ഉണ്ട്. എൻ്റെ സുഹൃത്ത് അങ്ങനെ എടുക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന വെച്ചാല് ആ നെല്ലിന്റെ വിത്ത് എടുത്താൽ കൂടുതൽ വിളവുണ്ടാവില്ല എന്നുള്ളതിലാണ് വേറെ വിത്തായിട്ട്. ആ പ്രശ്നം വരുന്നത് ഹൈബ്രിഡ് ഐറ്റംസുകൾക്കാണ്. ഇപ്പൊ നമ്മളൊരു കക്കിരി, മത്തനൊക്കെ ഹൈബ്രിഡ് ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ പപ്പായ തൈ ഞാൻ അംഗീകൃത നഴ്സറികളിൽ നിന്ന് മാത്രമാണ് തയ്യാൻ വാങ്ങുന്നത്. തൃശ്ശൂരിലൊരു നഴ്സറിക്ക് ഇറക്കി തരാണ് തൈ. ഞാൻ അതിന് കുരുടുത്തായിട്ട് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ എൻ്റെ പറമ്പ് നിറച്ച് കർമ്മ തൈ ഉണ്ട്, പപ്പായ തൈ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ട് മുളച്ചപ്പോൾ ഒരു 8-10 മരം ഞാൻ അവിടെ നിർത്തിയിരുന്നു. വെള്ളപ്പൊക്കം വന്നിട്ട് പോകത്തൊക്കെ തൈ ഉണ്ടായിരുന്നു. അതിൽ ഒന്നുമേൽ നല്ലോണം കായുണ്ട്, മറ്റൊക്കെ 1-2 കായ. പക്ഷെ ആ ഉണ്ടായ കായ ഉരുണ്ടിട്ടാണ് വന്നത്. അത് ശരിക്ക് ഉരുണ്ട പപ്പായല്ല, തേങ്ങ പൊളിച്ചാൽ ഉരുണ്ട ഉണ്ടല്ലോ, അങ്ങനത്തെ ഉരുണ്ട പപ്പായയും നല്ല വെയിറ്റും ഉണ്ട്, ഉള്ളിൽ മഞ്ഞയുണ്ട്. അങ്ങനെ വരുന്നത്. അപ്പോൾ ഒറിജിനൽ റെഡ് ലേഡി ഫസ്റ്റ് ജനറേഷൻ F1 സീഡ് എന്നാ പറയാം. അപ്പോൾ അതിലുണ്ടാകുന്നതാണ് ഈ ഞാൻ ചെയ്യുന്ന F1 സീഡിന്റെ മുളപ്പിച്ച തൈ നമ്മൾ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പച്ചക്കറിൻ്റെ അവസ്ഥ. പച്ചക്കറി നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിയിട്ട് നമ്മൾ വെണ്ട പയറും ഒക്കെ നട്ട് അതിന് കുരുവെടുത്ത് നട്ടുണ്ടെങ്കിൽ ആ വിളവും ടേസ്റ്റും ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതായിരിക്കാം. നാടൻ ഐറ്റംസുകൾക്ക് ആ പ്രശ്നമല്ല. നിങ്ങളിപ്പോൾ നെല്ലാണെങ്കിലും ബാക്കിയുള്ളാണെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളെടുത്ത് തന്നെ അതിൻ്റെ വിത്തുകൾ ഉണ്ടാവും, അത് തന്നെ ഒഴിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ നെല്ലിപ്പോൾ പണ്ടൊക്കെ നടുമ്പോൾ ഇപ്പോഴും പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10 എണ്ണമൊക്കെ വെക്കും. ഞാറ് നടുമ്പോൾ ഒരു 10 എണ്ണം അടുപ്പിച്ച് നടുക. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ ബംഗാളികളോട് നടിച്ചതാണ്, മറ്റേ പണിക്കാരെ കിട്ടാനില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് 8 ഇഞ്ച് ഗ്യാപ്പ് വേണം, 4 വിത്തിലധികം ഒരു മുരടിൽ പാടില്ല അറിഞ്ഞു. അപ്പം 4, 5 മാക്സിമം പോലെ വെച്ചുള്ളൂ, പോലിൻ്റെ ഞാറിട്ട് വന്നു. അത് മതി. ഒന്ന് ഞാനിപ്പോൾ എൻ്റെ നേരത്തെ പറഞ്ഞു പോയാൽ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾ, ഇഞ്ചി. ടെറസിൻ്റെ മുകളിൽ ഫുള്ളാണ്, ഇങ്ങനെ വന്നാൽ കാണാൻ സ്ഥലമല്ല. എൻ്റെ സോളാർ പാനൽ, പിന്നെ വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റർ, പിന്നെ ഡ്രാഗണ്, പിന്നെ ഈ ഗ്രോ ബാഗുകളാണ്. അപ്പോൾ ആ ഗ്രോ ബാഗിൽ ഞാൻ വഴുതന, പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, മഞ്ഞൾ, ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ ഇഞ്ചിൻ്റെ ഗ്രോ ബാഗ് നിറച്ചപ്പോൾ എനിക്ക് കരിയില ചമ്മൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ നെല്ലിൻ്റെ പതിരുണ്ടായിരുന്നു, ആ പതിര് അതിൻ്റെ അടിയിലിട്ട് കൊടുത്തിന് ഞാൻ. ഇതിൽ ചിലതിട് മുളച്ചിട്ട് ഒരു വിത്തുമ്പോൾ ഒരു 30-32 വന്നിട്ടുണ്ട്. ആ നല്ല വളർച്ചയാണ്. ഞാൻ അവിടെ പറിച്ചിട്ടുള്ളത് അവിടെ വെച്ചതാണ്, കാരണം ഇത് കതിരോരോ നിൽക്കുന്ന ചിലർ പറയും കതിരോരില്ല പതിരെന്നൊക്കെ പറയാറുണ്ട്. ഒന്നാ കാണാമല്ലോ അടന്നോട്ടെ. എന്നിട്ടോ ഉഷാറായിട്ട് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മഞ്ഞളല്ല കാണുന്നത്, അത് നല്ല നെല്ലുണ്ടായ മാതിരി ടെറസിൻ്റെ മുകളിൽ അങ്ങനെ വരുന്നത്. കൂടുതൽ വിത്തുകൾ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ചിലരങ്ങനെയൊക്കെ വെക്കാറുണ്ട്. എൻ്റെ തൊട്ടടുത്ത നട്ട ആള് പഴയ പരമ്പരാഗത കൃഷിക്ക് മൂപ്പര് 10 വെച്ചിട്ട് വെക്കണം എന്ന് പറഞ്ഞു. അതൊരു ലോസാണ് നമുക്ക്. അതിലും ഇതിലും ഒരേ വിളവാണ് വരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് വിളവ് കുഴപ്പമില്ലാത്ത വിളവ് കിട്ടി. ഞാനൊരു രാസവളം ഇട്ടിട്ടില്ല, ഇടാറില്ല, ഈ വർഷം ഇടുന്നില്ല. കീടനാശിനി ഉപയോഗിച്ചു, മരുന്ന് അടിച്ചില്ല, പൂവിൻ്റെ ശല്യം ഇല്ലായിരുന്നു. ഞാൻ അതാ വന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ ഇടൂല, അടിക്കൂല, മരുന്ന് അടിക്കൂല അറിയുന്നു. നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മൾ അരി ഇട്ടൂടെ, എല്ലാം മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വീണ്ടും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ജനക്ഷേമത്തിൽ ഇതുപോലെ കാണാം. ഈ ഒരു എപ്പിസോഡ് ഏറെ ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത്രയും സമയം നമ്മുടെ കൂടെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ ഒരുപാട് അറിവുകളും അനുഭവങ്ങളും കൊണ്ട് ചേർത്ത് വെച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുൽ മുനീർ, അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായ പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ജനക്ഷേമ പരിപാടിയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.